ഹലോ ലവ്ലി ഗൈസ്, എല്ലാവർക്കും സുഖമാണ്. ഇന്ന് സൺഡേ ആയിക്കൊണ്ട് നമുക്കൊരു ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ? ഒരു പെപ്പർ ചിക്കൻ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ്: 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു, വെള്ളുള്ളി, ചുവന്നുള്ളി അരച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, 2 തക്കാളി, കുറച്ച് പെപ്പർ, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഇനി കടായിൽ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായപ്പോൾ നമുക്ക് കുറച്ച് വലിയ ജീരകം ചേർക്കാം. ജീരകം വറപ്പെട്ടതും നമ്മൾ സവാള ചേർക്കാം. ഇത് എൻ്റെ സ്റ്റൈലുള്ള പെപ്പർ ചിക്കനാണ്. സവാള വഴഞ്ഞതിന് ശേഷം കുറച്ച് അതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് വഴറ്റാം. ചുവന്നുള്ളി വഴണ്ട ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് അത് ഒന്ന് വഴറ്റുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ പേസ്റ്റ് വഴഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 തക്കാളി ചേർക്കുക. തക്കാളി ഒത്തിരി ഇട്ട് വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ടാൽ മതി. തക്കാളി വഴണ്ടതിന് ശേഷം നമ്മൾ കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ ഇറച്ചി ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് നമുക്ക് ഇട്ടതിന് ശേഷം ചിക്കനിൽ നല്ലപോലെ മസാല പിടിക്കുന്ന പോലെ ചിക്കനിൽ നല്ലതായിട്ട് നമ്മുടെ മസാല പിടിക്കുന്ന പോലെ നല്ല വഴറ്റണം. അതിന് ശേഷമേ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിക്കട്ടെ. ഒരു 5 മിനിറ്റ് നമ്മുടെ മസാലയെല്ലാം ചിക്കനിൽ പിടിച്ചതിന് ശേഷം നമ്മൾ ഇറച്ചിപ്പൊട്ട് ചേർത്ത് ഒന്ന്
നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്ത് നല്ല വഴറ്റിയതിന് ശേഷം തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം മല്ലിച്ചപ്പും ഇട്ടതിന് ശേഷം നമുക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് ഒരു 10 മിനിറ്റ് ചിക്കൻ അടച്ച് വേവിച്ചെടുക്കാം. എനിക്കിപ്പോൾ കുറച്ച് ഗ്രേവി മതിയായതുകൊണ്ട് ഞാൻ ഒത്തിരി വെള്ളം ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടിയും നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അതേപോലെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളമേ ഞാനിപ്പോൾ ചേർക്കത്തുള്ളൂ. ഇനി നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ റെഡിയായി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് സൺഡേ സ്പെഷ്യൽ പെപ്പർ ചിക്കനാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഹാപ്പി സൺഡേ. ബൈ.